ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പോകുന്നത് ബാച്ചിലർ മാസ്റ്ററും പഠിക്കാനാണ്. ആ കോഴ്സ് തന്നെ പഠിക്കണം. ഒരിക്കലും ഡിപ്ലോമ അങ്ങനെ ചെയ്തുകൊണ്ട് ലൈഫ് സ്കിപ്പ് ചെയ്യില്ല. കാരണം US-ൽ മറ്റു രാജ്യങ്ങളെ പോലല്ല, ഒരു ബാച്ചിലർ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല ജോബ്, നല്ല സാലറി. ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മൾ $4,000-5,000 സാലറി എന്നുള്ള വലിയ കാര്യമാണ്. പക്ഷേ US-ൽ അതല്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞ 6,000 എബോവ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നല്ല ജോബ് ആവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇഷ്ടംപോലെ ജോബ് പോസിബിലിറ്റീസ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോസിബിലിറ്റീസ് ആയിക്കോട്ടെ, റിക്രിയേഷൻ പോസിബിലിറ്റീസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് പോസിബിലിറ്റി ഇതെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ലൈബ്രറി, ഇതെല്ലാം വളരെ വലുതാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കരുത്. പഠിക്കാൻ വേണ്ടി മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്നും ആവത്തില്ല. നമ്മൾ എല്ലാ പോസിബിലിറ്റീസും എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ കൺട്രി സൈഡുകളിലേക്ക് പോകണം, അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിൽ പോകണം, ഡെയിലി ഫിറ്റ്നസ് സെൻറ്ററിൽ പോകണം. കാരണം അവിടെ നിന്നൊക്കെ നമുക്കുണ്ടാകുന്ന റിലേഷൻസാണ് നമ്മളെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്യൂച്ചർ ലൈഫിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ വിത്തിൻ ദ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മലയാളീസ് ആണെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി കൂടെ നിൽക്കാതെ മറ്റ് കമ്മ്യൂണിറ്റീസ് കൂടെ, മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരെ കൂടെ അവരെപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും ജോബ് പോസിബിലിറ്റീസ് വരുമ്പോഴേക്കും ഇവരെല്ലാം ഇത് ഷെയർ ചെയ്യും. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യണം. അവിടുത്തെ ആൾക്കാർ വളരെ ഫ്രീ ആണ്. നമ്മുടെ പ്രൊഫസർമാർക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ പേരുകൾ തിരിച്ചറിയാൻ പറ്റും. ചെറിയ ക്ലാസ് റൂം സൈസേ ഉള്ളൂ, അല്ലാതെ 40-50 പിള്ളേർ അല്ലെങ്കിൽ 100 പിള്ളേരില്ല. 20 പിള്ളേരുടെ ക്ലാസ് റൂം സൈസ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ലെസ് ദാൻ 20 ആണ്. അപ്പോൾ പ്രൊഫസർമാർ നന്നായിട്ടറിയാം. ഈ പ്രൊഫസർമാരൊക്കെ മിക്ക ആൾക്കാരും ഇൻഡസ്ട്രി എക്സ്പേർട്സാണ്. നമ്മുടെ നാട്ടിലെ പോലെ ടീച്ചിങ് മാത്രമല്ല അവരുടെ പ്രൊഫഷൻ. അവർ റിസർച്ചും മറ്റ് കമ്പനികൾക്ക് വേണ്ടി അഡ്വൈസറായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം ഇൻഡസ്ട്രി എക്സ്പേർട്സാണ്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അക്കാഡമിക്കലി നമുക്ക് എന്തെല്ലാം അവർക്ക് കിട്ടാൻ പറ്റുമോ അതെല്ലാം അവർക്ക് നോക്കണം. അവരുടെ കൂടെ റിസർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസർച്ച് ചെയ്യണം. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇവർ വഴി നല്ല ജോബ് പോസിബിലിറ്റീസ് വരും. കാരണം ഇവർ റെഫർ ചെയ്യും. ആ പോസിബിലിറ്റി വഴി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ജോബ്സ് കിട്ടും. വെറുതെ നോർമൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അല്ല, അല്ലാതെ നല്ല ഹൈ ക്വാളിറ്റി, ഹൈ പേയിങ് നല്ല ജോബ്. കാരണം നല്ല ജോബ് എന്ന് പറഞ്ഞാൽ US-ലൊക്കെ അതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമുക്കൊരു ഒരാഴ്ചയിൽ 5 ദിവസം മാത്രമേ വർക്കിംഗ് ആണത്തുള്ളൂ, 7-8 മണിക്കൂർ വർക്കിംഗ് ആണത്തുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ കാണും. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സമയം കാണും, അല്ലേ? നമ്മളല്ലാതെ ഡെയിലി അവർലി ബേസിസൊക്കെ പോകുമ്പോഴേക്കും 10-12 മണിക്കൂർ വർക്ക് ചെയ്യണം, ആഴ്ച 7 ദിവസം വർക്ക് ചെയ്യണം. ഒന്നിനും സമയമില്ല. നമ്മൾ US-ൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം സെറ്റിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് സെറ്റിൽ ചെയ്യണം. അതിനുള്ള പോസിബിലിറ്റീസ് നമ്മൾ ഇപ്പോഴേ തിരിച്ചറിഞ്ഞ് ഏത് മേഖലയിലാണ്. ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോഴേക്കും കോഴ്സ് ചേഞ്ച് ചെയ്യാം, സെക്കൻഡ് സെമസ്റ്ററിലും കോഴ്സ് ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മളൊരു എടുത്ത കോഴ്സ് നമുക്കത് ശരിയല്ലാന്ന് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത സെമസ്റ്റർ നമ്മൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മുടെ അക്കാഡമിക് അഡ്വൈസറിക്ക് പോയി സംസാരിച്ച് നമ്മുടെ കോഴ്സ് ചേഞ്ച് ചെയ്യാം. നമുക്ക് പറ്റുന്നത്, നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ളത് നമ്മൾ എടുക്കാം. ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യത്തില്ല. കുട്ടികളെ ആരും ഫോഴ്സ് ചെയ്യത്തില്ല. നിങ്ങൾ പഠിച്ചേ പറ്റൂ എന്നാരും പറയത്തില്ല. അവർക്ക് അത് മാറണമെങ്കിൽ അത് മാറാം. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് റീച്ച് സമ്മർ റിയലി ഹൈ. മാസ്റ്റർ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം 1.5 വർഷമാണ്. ശരിക്കും പറഞ്ഞാൽ 12 മാസമുള്ളൂ. അതിൻ്റെ അടുത്ത് ഈ 1.5 വർഷം പറയാൻ കഴിച്ചാൽ 2 സെമസ്റ്റർ അല്ലെങ്കിൽ 1 സെമസ്റ്റർ കഴിയുമ്പോൾ ഇവർക്കൊരു ബ്രേക്ക് ഇടും, സമ്മർ ടൈം. ആ സമ്മർ ടൈം അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. ബാച്ചിലർ സ്റ്റുഡൻസിന് 4 വർഷമാണ്. ശരിക്കും 8 സെമസ്റ്ററാണ് വരുന്നത്. ഒരു സെമസ്റ്റർ 4-4.5 മാസം വരത്തുള്ളൂ. പക്ഷേ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നതുകൊണ്ടാണ് ഈ ബ്രേക്കിൻ്റെ സമയത്ത് മിക്ക കുട്ടികളും ഇൻറ്റേൺഷിപ്പും അങ്ങനത്തെ പല പല കാര്യങ്ങളായിട്ട് പോകും. വീണ്ടും തിരിച്ചു വരും, വീണ്ടും അവർ പഠിക്കും. അപ്പം മാസ്റ്റർ ചില സ്റ്റുഡൻസിന് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ചിലർ 1.5 വർഷം കംപ്ലീറ്റ് ചെയ്യും, ചിലർ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതിന് മേളിലേക്ക് പോകാറില്ല. ബാച്ചിലർ ഒരു 4 വർഷം മാക്സിമം. ഇത്രേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ മാക്സിമം ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുക എന്നുള്ള മാത്രമല്ല, എല്ലാ ഫെസിലിറ്റിയും യൂട്ടിലൈസ് ചെയ്ത് കംപ്ലീറ്റ് പാക്കേജ് ആവാൻ അവർക്ക് കൊടുക്കുന്നത്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നല്ല കമ്പനി നല്ല ജോലിക്ക് കയറട്ടെ.